ചെന്നൈയിൽ നിന്നും ആരംഭിച്ച് നമ്മുടെ ബൈക്ക് യാത്ര അങ്ങനെ രാമേശ്വരത്ത് എത്തിയിരിക്കുകയാണ്. നമ്മൾ രാമേശ്വരത്ത് വന്ന ശേഷം ധനുഷ്കോടി, രാമേശ്വരം ക്ഷേത്രം, പഞ്ചമുഖി ഹനുമാൻ ക്ഷേത്രം, അഗ്നിതീർത്ഥം, ലക്ഷ്മണ തീർത്ഥം, രാമതീർത്ഥം തുടങ്ങി ധാരാളം കാഴ്ചകളെല്ലാം കണ്ടു. അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോസ് ഞാൻ ഇതിന് മുന്നേ ഉള്ള ഒരു പാർട്ടിലായിട്ട് ഇട്ടിട്ടുണ്ട്. ഇത് സെക്കൻഡ് പാർട്ടാണ്. നമുക്ക് ഇന്ന് കാണാനുള്ളത് വില്ലുണ്ടി തീർത്ഥം, രാമർ പാദം, കലാം സാറിൻ്റെ ഹൗസ്, മെമ്മോറിയൽ തുടങ്ങിയവയാണ്. നമ്മളങ്ങനെ രാമനാഥസ്വാമി ക്ഷേത്രത്തിലൊക്കെ തൊഴുത് അടുത്തതായിട്ട് പോകുന്നത് ഗന്ധമാദന പർവ്വതം അല്ലെങ്കിൽ രാമർ പാദം എന്നൊക്കെ അറിയപ്പെടുന്ന സ്ഥലത്താണ്. അപ്പോൾ നമ്മളിവിടെ ചെന്നിറങ്ങിയത് തന്നെ സൈഡുകളിലൊക്കെ ആയിട്ട് കുറേ കടകളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. രാമേശ്വരത്ത് വന്ന് നമുക്ക് കാണാനുള്ള ഈ സ്ഥലങ്ങളെല്ലാം തന്നെ രാമേശ്വരം അമ്പലത്തിൽ നിന്നും 5-6 കിലോമീറ്ററിന് ഉള്ളിൽ തന്നെയാണ്. അങ്ങനെ നമ്മൾ ഈ ഒരു സ്ഥലത്തെത്തി. അതായത് ചരിത്രത്തിൽ പഞ്ചപർവ്വതങ്ങളെ മൈനാകം, മന്ദരം, മേരു, കൈലാസം, ഗന്ധമാദനം എന്നാണ് പറയാറ്. ശ്രീരാമനാഥ സ്വാമി ക്ഷേത്രത്തിൻ്റെ വടക്ക് ഭാഗത്തായിട്ട് കാണപ്പെടുന്ന ഒരു കുന്നിൻപുറമാണ് ഗന്ധമാദന പർവ്വതം. ക്ഷേത്രത്തിൽ നിന്നും 3 കിലോമീറ്റർ അകലത്തിലാണ് ഗന്ധമാദന പർവ്വതം സ്ഥിതി ചെയ്യുന്നത്. കുന്നിൻ മുകളിൽ ഒരു ക്ഷേത്രമുണ്ട്. രാമർപാദം ക്ഷേത്രം എന്നാണ് ഇതറിയപ്പെടുന്നത്. ഇവിടെ രാമൻ്റെ പാദമുദ്ര നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ നിന്നുമാണ് ശ്രീരാമൻ ലങ്കയിലേക്ക് എങ്ങനെ എത്താമെന്ന മാർഗത്തിൽ എത്തിച്ചേർന്നത് എന്നാണ് ചരിത്രം പറയപ്പെടുന്നത്. ഈ ക്ഷേത്രത്തിൽ മറ്റും വിഗ്രഹങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. ശ്രീരാമൻ്റെ പാദങ്ങളാണ് ഉള്ളത്. അതാണ് ഇവിടെ പൂജിക്കുന്നത്. അപ്പോൾ നമുക്ക് അവിടേക്ക് വീഡിയോഗ്രാഫി ഒന്നും അലൗഡ് അല്ല. അപ്പോൾ ഇവിടെ നിന്നുമാണ് ശ്രീരാമൻ ഹനുമാന്റെ കയ്യിൽ തൻ്റെ മോതിരം സീതാദേവിക്ക് നൽകാനായിട്ട് ഏൽപ്പിച്ചതെന്നും ഹനുമാൻ ലങ്കയിലേക്ക് ഈ ഗന്ധമാദന പർവ്വതത്തിൽ നിന്നുമാണ് യാത്ര തിരിച്ചതെന്നുമൊക്കെയാണ് നമ്മുടെ ഐതിഹ്യങ്ങൾ സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഈ അമ്പലത്തിൻ്റെ ചുറ്റുമുള്ള കാഴ്ചകളാണ് കാണുന്നത്. ഈ അമ്പലത്തിൻ്റെ മുകളിലേക്ക് നമുക്കൊരു സൈഡിലൊരു കോണിപ്പടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് മുകളിൽ കയറിയപ്പോൾ നല്ല ഭംഗിയുള്ള കാഴ്ചയാണ് കേട്ടോ കാണുന്നത്. ചുറ്റും പരന്നെടുക്കുന്ന കാര്യങ്ങളെല്ലാം നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇതിൻ്റെ മുകളിൽ നിന്ന് നോക്കുകയാണെങ്കിൽ നമ്മൾ രാമേശ്വരം ക്ഷേത്രം ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും കാണാൻ സാധിക്കും. അവിടുത്തെ ഈ ഒരു വ്യൂവിൻ്റെ ഭംഗി എത്രത്തോളം ഉണ്ടെന്നുള്ളത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല, അത്രയും ഭംഗിയാണ്. അപ്പോൾ അവിടെ നിന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് രാമേശ്വരം അമ്പലവും പിന്നെ ദൂരദർശൻ്റെ ഒരു ടവറും പിന്നെ ധനുഷ്കോടി പിന്നെ പാമ്പൻ പാലം എല്ലാം തന്നെ നമുക്ക് ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കും. ആ ബീച്ചിൻ്റെ ഒക്കെ ഒരു ഭംഗി പറഞ്ഞറിയിക്കാൻ കഴിയില്ല, നല്ല കാറ്റൊക്കെ ആയിക്കൊണ്ട്. അപ്പോൾ അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് നമ്മൾ നേരെ താഴേക്ക് പോകുന്നു. അതിനുശേഷം നമ്മൾ അടുത്തതായിട്ട് പോകുന്നത് മറ്റൊരു തീർത്ഥത്തിലേക്കാണ്. വില്ലുണ്ടി തീർത്ഥം എന്നുള്ള സ്ഥലത്തേക്കാണ് പോകുന്നത്. റോഡിൽ നിന്നും കുറച്ചങ്ങോട്ട് ഉള്ളിലേക്ക് ചെന്ന് കഴിയുമ്പോൾ നമുക്ക് സമുദ്രത്തിന് സൈഡിലായിട്ട് ഒരു ചെറിയ അമ്പലം കാണാം. ഒരു ചെറിയ ശിവക്ഷേത്രമാണിത്. അവിടെ പൂജയും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് വില്ലുണ്ടി തീർത്ഥം എന്നുള്ള സ്ഥലം. അപ്പോൾ ഇതിൻ്റെ സൈഡിൽ തന്നെ ബോർഡിൽ അതെന്തുകൊണ്ടാണ് വില്ലുണ്ടി തീർത്ഥം എന്നുള്ള പേരും കാര്യങ്ങളൊക്കെ വന്നതെന്നുള്ളത് ഐതിഹ്യമൊക്കെ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ അവിടെ എത്തിയതിന് ശേഷം കടലിലേക്ക് ഒരു നടപ്പാലം അവിടെ കൊടുത്തിട്ടുണ്ട്. ആ നടപ്പാലം നേരെ പോകുന്നത് ഒരു കിണറിൻ്റെ സൈഡിലേക്കാണ്. അതായത് കടലിനുള്ളിൽ ശുദ്ധജലം കിട്ടുന്ന ഒരു കിണറാണത്. അപ്പോൾ ഇതിൻ്റെ ഐതിഹ്യം എന്ന് പറയുന്നത് നമ്മുടെ സീതാദേവിയെ ലങ്കയിൽ നിന്നും ശ്രീരാമൻ യുദ്ധമൊക്കെ കഴിഞ്ഞ് തിരിച്ചു കൊണ്ടുവരുന്ന വഴിയെ മധ്യേ സീതാദേവിക്ക് ദാഹം അനുഭവപ്പെട്ട സമയത്ത് ശ്രീരാമൻ തൻ്റെ വില്ല് ഊന്നി കടലിൽ നിന്ന് ശുദ്ധജലം എടുത്തു കൊടുത്തു. അപ്പോൾ ശ്രീരാമൻ വില്ല് ഊന്നിയ സ്ഥലമായതിനാലാണ് ഇത് വില്ലുണ്ടി തീർത്ഥം എന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ ഇപ്പോഴും നമുക്ക് അവിടെ നിന്നും ആ കിണറ്റിൽ നിന്നും വെള്ളം കോരി കുടിക്കാൻ സാധിക്കും. അപ്പോൾ ആ വെള്ളത്തിന് ഉപ്പുരുചിയൊന്നുമില്ല, നല്ല തെളിഞ്ഞ ശുദ്ധജലമാണ്. അപ്പോൾ ഇതൊരു മഹാ അത്ഭുതം തന്നെയല്ലേ. കടലിൻ്റെ നടുക്കുള്ള ഈ കിണറിൽ നിന്നും നമുക്കിപ്പോഴും ശുദ്ധജലമാണ് കിട്ടുന്നത്. അങ്ങനെ നമ്മളവിടെ ചെന്നപ്പോൾ നമുക്കും അദ്ദേഹം വെള്ളമൊക്കെ കോരി തന്നു. അപ്പോൾ എല്ലാവരും അത് കുടിക്കുന്നുണ്ട്. അത് നമ്മൾ കുടിച്ച് നോക്കുമ്പോൾ ഉപ്പുരുചിയൊന്നുമില്ലാത്ത നല്ല തെളിഞ്ഞ വെള്ളം തന്നെയാണ്. അങ്ങനെ അതൊക്കെ കുടിച്ച് നോക്കി. പിന്നെ കുറേ പേരൊക്കെ ആ വെള്ളം കളക്ട് ചെയ്ത് വീട്ടിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. നല്ല ഭംഗിയുള്ളൊരു സ്ഥലമാണ് കേട്ടോ. കാരണം ഈ കടലിന് നടുക്കാണ് ഈ ഒരു കിണറുള്ളത്. അപ്പോൾ അതിന് ചുറ്റുമുള്ള കാഴ്ചകൾ എന്ന് പറഞ്ഞാൽ ഭയങ്കര രസമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഈ സ്ഥലം. അതായത് നല്ല കാറ്റൊക്കെ കൊണ്ട് അപ്പുറം ഇപ്പുറമൊക്കെ നോക്കി തന്നെ കടൽ തന്നെയാണ്. അപ്പോൾ പാലത്തിലൂടെയുള്ള കാഴ്ച അതിമനോഹരമാണ്. അപ്പോൾ രാമേശ്വരത്ത് വരുമ്പോൾ എന്തായാലും ഒഴിവാക്കാൻ പറ്റാത്തൊരു സ്ഥലങ്ങളിലൊന്നാണ് ഇത്. മുൻപ് ഈ കിണറിനടുത്തേക്ക് ഇങ്ങനൊരു നടപ്പാലം ഇല്ലായിരുന്നു എന്നാണ് പറഞ്ഞത്. അപ്പോൾ ആ സമയത്ത് അവർ ഈ കടലിലൂടെ നടന്നു വന്നിട്ടാണ് ഇവിടുന്ന് വെള്ളം കോരിയിരുന്നതെന്നൊക്കെയാണ് പറയുന്നത്. ഇപ്പോൾ അടുത്ത് വെച്ചിട്ടാണ് ഗവൺമെൻറ് ഈ ഒരു പാലമൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അവിടുന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ട് നമ്മൾ നേരെ മറ്റൊരു സ്ഥലത്തേക്ക് പോവാണ്. ഒരു രാജ്യത്തെ സ്വപ്നം കാണാൻ പഠിപ്പിച്ച, യുവാക്കളെ ആത്മവിശ്വാസത്തോടെ ജീവിക്കാൻ പഠിപ്പിച്ച അബുൽ പക്കീർ ജൈനുലാബുദ്ദീൻ അബ്ദുൽ കലാം എന്ന ഡോക്ടർ APJ അബ്ദുൽ കലാം സാറിൻ്റെ മെമ്മോറിയലിലേക്കാണ് അടുത്തതായിട്ട് നമ്മൾ പോകുന്നത്. 1931 ഒക്ടോബർ 15 അന്ന് ബ്രിട്ടീഷ് ഇന്ത്യയുടെ കീഴിൽ മദ്രാസ് പ്രവിശ്യയിലായിരുന്ന രാമേശ്വരം എന്ന നാട്ടിലായിരുന്നു അദ്ദേഹത്തിൻ്റെ ജനനം. ഇന്ത്യയുടെ തെക്കേ അറ്റത്തുള്ള രാമേശ്വരം എന്ന ഈ തെരുവോരത്തു നിന്നുമാണ് തൻ്റെ അഗ്നിച്ചിറകുകളിലൂടെ ജ്വലിക്കുന്ന മനസ്സുമായി ഭാരതമെങ്ങും പ്രഭ ചൊരിഞ്ഞത്. ഒരു പത്രക്കാരനായി രാമേശ്വരത്തിൻ്റെ എല്ലാ കോണുകളിലും അദ്ദേഹം യാത്ര ചെയ്തിരുന്നു.
2.11 ഏക്കറിലാണ് ഈ ഒരു സ്മാരകം സ്ഥിതി ചെയ്യുന്നത്. 2017 പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ഇത് ഉദ്ഘാടനം ചെയ്തത്. ഇന്ത്യയുടെ മിസൈൽ മനുഷ്യനോടുള്ള ആദരസൂചകമായി DRDO സ്മാരകത്തിന്റെ നിർമ്മാണത്തിന് തുടക്കമിട്ടു. 2015 കലാം സാറിനെ സംസ്കരിച്ച അതേ സ്മാരക ഭൂമിയിലാണ് സ്മാരകത്തിന്റെ നിർമ്മാണം ആരംഭിച്ചത്. അപ്പോൾ ഈ ഒരു മെമ്മോറിയലിലേക്ക് കിടക്കുന്നതിന് നമുക്ക് ഫോണോ ബാഗോ കാര്യങ്ങളോ ഒന്നും തന്നെ ഉള്ളിൽ കയറ്റാൻ കഴിയില്ല. ചെരുപ്പൊക്കെ വെളിയിൽ വെക്കണം. അപ്പോൾ ബാഗൊക്കെ പുറത്ത് വെക്കാനായിട്ട് ഓപ്പോസിറ്റ് കുറച്ച് ചെറിയ കടകളുണ്ട്. അപ്പോൾ അവിടുത്തെ ലോക്കറിലാണ് നമ്മൾ ബാഗൊക്കെ സൂക്ഷിക്കേണ്ടത്. അപ്പോൾ നമ്മൾ അതിന് ശേഷം ഇത് സ്മാരകത്തിനുള്ളിലൊക്കെ പോയി കണ്ടു കേട്ടോ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ഓരോ ഘട്ടങ്ങളെ ഒരു 4-5 ഹാളിലാക്കിയിട്ടാണ് അവിടെ ചിത്രീകരിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിന് ധാരാളം മെഴുകു പ്രതിമകളും പിന്നെ അദ്ദേഹത്തിന് ലഭിച്ച അനുമതികളും സർട്ടിഫിക്കറ്റുകളും അദ്ദേഹം എഴുതിയ ബുക്കുകളും കാര്യങ്ങളും എല്ലാം തന്നെ അവിടെ കൊടുത്തിട്ടുണ്ട്. തൻ്റെ അവസാന സമയത്ത് ഉപയോഗിച്ച വസ്ത്രങ്ങളും ഉൾപ്പെടെ ഉപയോഗിച്ച എല്ലാ സാധനങ്ങളും അവിടെ നമുക്ക് കാണാൻ സാധിക്കും. അദ്ദേഹത്തെ കൂടുതൽ അടുത്തറിയാനും നമുക്കവിടെ ചെന്നിട്ടുണ്ടെങ്കിൽ സാധിക്കും. അവിടേക്ക് എൻട്രി ഫീസോ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ രാമേശ്വരത്ത് വരുന്നവർ ഉറപ്പായിട്ടും കണ്ടിരിക്കേണ്ട ഒരു സ്ഥലം കൂടിയാണിത്. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി ആ ബാഗൊക്കെ വെച്ച ഓപ്പോസിറ്റുള്ള കടയിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ച് കഴിക്കാൻ ഓർത്ത്. കാരണം നമ്മളിന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കാര്യമായിട്ടൊന്നും കഴിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ അവിടുത്തെ കുറച്ച് പലഹാരങ്ങളൊക്കെ വാങ്ങിച്ച് കഴിച്ചിട്ട്. അപ്പോൾ അവിടെ കുറച്ച് ആട്ടുംകുട്ടികളുള്ളത് നമ്മുടെ പിന്നാലെ കൂടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവരും നമ്മുടെ പലഹാരമൊക്കെ കൂടെ കഴിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ ആ കടയിൽ നിന്ന് കുറച്ച് പലഹാരമൊക്കെ കഴിച്ച ശേഷം അവിടെ നിന്ന് പോകുന്നു. ഇനി നമ്മൾ പോകുന്നത് ജൈനുരുദ്ദീൻ്റെയും ആയിഷമ്മയുടെയും മകനായി കലാം എന്ന ബാലൻ ജീവിച്ച ഭവനത്തിലേക്കാണ്. നമ്മുടെ ഡോക്ടർ APJ അബ്ദുൽ കലാം സാറിൻ്റെ വീട്ടിലേക്ക്. അതിവിടെ അമ്പലത്തിൽ നിന്നും 1 കിലോമീറ്റർ അകലെയായിട്ട് ആ വീടുണ്ട്. ഹൗസ് ഓഫ് കലാം എന്ന പേരിൽ മിഷൻ ഓഫ് ലൈഫ് ഗാലറിയുമായിട്ട് ഇന്നതൊരു മ്യൂസിയമായി ഇവിടെ സംരക്ഷിച്ചിരിക്കുകയാണ്. ഇപ്പോഴും അവിടേക്ക് അദ്ദേഹത്തിൻ്റെ ഓർമ്മകളും പേരി സമൂഹത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നും ആയിരങ്ങളാണ് എത്തിക്കൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങളും ചിന്തകളും വാക്കുകളും അവിടെ എങ്ങും ആലേപനം ചെയ്ത് വെച്ചിരിക്കുന്നതായിട്ട് നമുക്ക് കാണാം. അപ്പോൾ അവിടെ നമ്മൾ ബൈക്കൊക്കെ പാർക്ക് ചെയ്ത് വെച്ചിട്ട് ഇങ്ങോട്ട് ഇറങ്ങി. അപ്പോൾ ഈ വീടിൻ്റെ ഉള്ളിലേക്കും ആ ഒരു മ്യൂസിയത്തിൻ്റെ ഉള്ളിലേക്കൊന്നും ഫോണോ വീഡിയോഗ്രാഫിയോ ഒന്നും തന്നെ അലൗഡ് അല്ല. അപ്പോൾ നമ്മൾ മേലെ പോയി കാര്യങ്ങളൊക്കെ കണ്ടു കേട്ടോ. അദ്ദേഹത്തിന് ലഭിച്ച അനുമതികളും അദ്ദേഹവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും അവിടെയുണ്ട്. പിന്നെ അവിടെ മേലെ ഒരു ഷോപ്പിംഗ് ആർക്കേഡ് എന്നുള്ള രീതിയിലൊരു സംഭവമുണ്ട്. അവിടെ മാലകളും സാധനങ്ങളൊക്കെ വിൽക്കുന്ന കണ്ടു. അത് എന്താണെന്നുള്ള സംഭവം മനസ്സിലായില്ല. അദ്ദേഹവുമായി ബന്ധപ്പെട്ട എല്ലാ ബുക്കുകളും കാര്യങ്ങളൊക്കെ നമുക്കവിടെ വാങ്ങാൻ സാധിക്കും. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് അടുത്തൊരു സ്ഥലത്തേക്ക് പോവുകയാണ്. അടുത്തതായിട്ട് നമ്മൾ പോകുന്നത് കോദണ്ഡരാമർ ക്ഷേത്രത്തിലേക്കാണ്. ചുറ്റും സമുദ്രത്താൽ ചുറ്റപ്പെട്ട ഒരു ക്ഷേത്രമാണിത്. അപ്പോൾ അവിടേക്ക് ഈ ഒരു ഒറ്റ റോഡ് വഴി മാത്രമേ എത്താൻ സാധിക്കുള്ളൂ. അപ്പോൾ 1964 ധനുഷ്കോടിയിൽ ഉണ്ടായ ആ ചുഴലിക്കാറ്റിൽ ആകെ നശിക്കപ്പെടാതെ പോയിട്ടുള്ളത് ഈ ഒരു അമ്പലം മാത്രമാണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയ്ക്കകത്ത് കോദണ്ഡരാമർ ക്ഷേത്രത്തെക്കുറിച്ചുള്ള ഡീറ്റെയിൽസും അമ്പലത്തിലെ വീഡിയോസൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ഇന്നിപ്പോൾ നമ്മളിവിടെ വന്നത് നമ്മൾ കഴിഞ്ഞ ദിവസം പോയ സമയത്ത് ഈ അമ്പലം അടച്ചിട്ടുണ്ടായിരുന്നു. വൈകുന്നേരം 5 മണിക്ക് ശേഷം എത്തിയതുകൊണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് ഉച്ചയ്ക്ക് ഇവിടെ വന്നു. അപ്പോൾ ഇവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു കടലിലായിട്ട് ഫ്ലോട്ടിംഗ് സ്റ്റോണുകളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് നമ്മളിവിടെ ക്യൂ ഒക്കെ നിന്ന് ഇവിടെ എത്തിയിരിക്കുകയാണ്. അപ്പോൾ നമ്മളിവിടെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് ചെന്നിട്ടുണ്ടെങ്കിൽ ഫ്ലോട്ടിംഗ് സ്റ്റോണ് നമ്മുടെ തലയിൽ വെച്ച് പ്രാർത്ഥിക്കാനുള്ള ഒരു അവസരമുണ്ട്. അപ്പോൾ അത് കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്കൊരു കൗതുകം തോന്നിയിട്ട് അങ്ങനെ ചെയ്ത് പ്രാർത്ഥിക്കണം എന്നുള്ളൊരു ആഗ്രഹം തോന്നി. ഞാനും അങ്ങനെ ക്യൂവിൽ നിൽക്കുകയാണ്. അപ്പോൾ അവിടെ ക്യൂവിൽ നിന്നിട്ട് അവിടെ ആ ചേട്ടൻ നമുക്കൊരു കുറിയൊക്കെ തൊട്ട് വരും. ചെറിയൊരു ദക്ഷിണ പോലെ ആ ചേട്ടന് കൊടുക്കുകയും ചെയ്തു. അതിനുശേഷം നമ്മൾ അവിടെ ചെന്നിട്ട് കഴിയുമ്പോൾ അവിടെ നിൽക്കുന്ന ആൾ നമ്മുടെ തലയിലേക്ക് ഈ ഫ്ലോട്ടിംഗ് സ്റ്റോൺ വെച്ചിരും. ആ ചേട്ടനെ കൂടെ സപ്പോർട്ടോടുകൂടി വെക്കാൻ കഴിയുന്ന നല്ല വെയിറ്റുള്ള കല്ലാണ്. ഒരു ശിവലിംഗവും നന്ദി വിഗ്രഹമൊക്കെ ഇരിക്കുന്നത് കാണാം. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പോൾ അതിനുവേണ്ടി ഞാൻ നിൽക്കുകയാണ്. രാമസേതു പാലം നിർമ്മിക്കാൻ ഉപയോഗിച്ച കല്ലുകളാണ് ഫ്ലോട്ടിംഗ് സ്റ്റോണുകൾ എന്നാണ് പറയുന്നത്. അപ്പോൾ ഫ്ലോട്ടിംഗ് സ്റ്റോൺ നമ്മുടെ തലയിൽ വെച്ച് പ്രാർത്ഥിച്ചൊക്കെ കഴിഞ്ഞു. അതിനുശേഷം നമുക്ക് ആ കല്ല് വെള്ളത്തിൽ പൊങ്ങി കിടക്കുന്നത് നേരിട്ട് കാണാനും ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാനുള്ള ഒരു അവസരം അവർ തരുന്നുണ്ട്. അപ്പോൾ ആ കല്ല് വെള്ളത്തിൽ മുക്കിയിടുമ്പോൾ അത് പൊങ്ങി കിടക്കുന്നൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. നമുക്ക് നമ്മുടെ കൈ കൊണ്ട് തന്നെ ആ കല്ല് അങ്ങനെ താഴ്ത്തിയൊക്കെ നോക്കാൻ പറ്റും. അങ്ങനെ ഫ്ലോട്ടിംഗ് സ്റ്റോൺ കാണണം എന്നുള്ള ആഗ്രഹം സാധിച്ചു കഴിഞ്ഞ് നമ്മൾ നേരെ കോദണ്ഡരാമർ ക്ഷേത്രത്തിൽ നിന്ന് തിരിച്ച് റൂമിലേക്ക് പോവുകയാണ്. അങ്ങനെ നമ്മൾ റൂമിലെത്തി ബാഗൊക്കെ പാക്ക് ചെയ്ത് തിരിച്ചു പോവുകയാണ്. നമ്മുടെ ചെന്നൈ ടു രാമേശ്വരം എന്നുള്ള ബൈക്ക് ട്രിപ്പിൻ്റെ ലാസ്റ്റ് ദിവസമായിരുന്നു ഒന്ന്. ഇനി നമ്മൾ തിരിച്ചുള്ള യാത്ര ഇവിടെ നിന്ന് തുടങ്ങുകയാണ്. അപ്പോൾ നമ്മൾ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ ഉദ്ദേശിക്കുന്നത് കാരേക്കുടി ചെന്നിട്ട് കഴിക്കാമെന്നാണ് വിചാരിക്കുന്നത്. അങ്ങനെ വൈകുന്നേരം ഒരു 3 മണിയൊക്കെ ആയപ്പോഴേക്കും നമ്മളങ്ങനെ കാരേക്കുടി എത്തിയിട്ടുണ്ട്. കാരേക്കുടിയിൽ നമ്മുടെ ഒരു സബ്സ്ക്രൈബർ പറഞ്ഞതനുസരിച്ചാണ് കേട്ടോ നമ്മൾ ഈ ഒരു കടയിൽ വന്നത്.
നമ്മൾ ചെന്നൈയിൽ നിന്ന് രാമേശ്വരത്തേക്ക് വരുന്ന വഴിക്ക് കാരേക്കുടി, മധുര, ട്രിച്ചിലൊക്കെ കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കാരേക്കുടി വന്ന സമയത്ത് നമ്മൾ ഇവിടുത്തെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളൊക്കെ കണ്ടുപോയെങ്കിലും അവിടുന്ന് നോൺ വെജ് ഐറ്റംസ് ഒന്നും കഴിക്കാൻ പറ്റില്ല. കാരണം കാരേക്കുടിയിലെ നോൺ വെജ് ഫുഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര സ്പെഷ്യൽ തന്നെയാണ്. അപ്പോൾ ഫുള്ള് ക്ഷേത്ര ദർശനം ആയതുകൊണ്ട് നമ്മൾ വെജിറ്റേറിയൻ ഫുഡ് കഴിച്ചിട്ടാണ് അന്ന് ഇവിടുന്ന് പോയത്. അപ്പോൾ തിരിച്ച് രാമേശ്വരമൊക്കെ തൊഴുത് കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോകുന്ന വഴി ആയതുകൊണ്ട് കാരേക്കുടി കയറിയിട്ട് അവിടുത്തെ നോൺ വെജ് ഫുഡൊക്കെ ഒന്ന് കഴിച്ച് ടേസ്റ്റൊക്കെ എങ്ങനെയാണെന്ന് അറിയാമെന്ന് കരുതിയിട്ടാണ് ഇവിടെ കയറിയത്. അപ്പോൾ ഇവിടെ കയറിയപ്പോൾ നമ്മൾ നോൺ വെജ് മീൽസിനാണ് പറഞ്ഞത്. അങ്ങനെ ആദ്യം വാഴയിൽ വന്നു, പിന്നെ ഓരോരോ കറികളായിട്ട് വരാൻ തുടങ്ങി. അപ്പോഴാണ് മനസ്സിലായത് ഇവിടെ 28 ഐറ്റംസ് നോൺ വെജ് വെച്ചിട്ടുള്ള ഐറ്റംസ്, പിന്നെ കുറച്ച് വെജിറ്റബിൾസ് കറികളൊക്കെ കൂടെ ചേർന്നിട്ട് വലിയൊരു സദ്യ പോലെ തന്നെയാണ് വന്നത്. അങ്ങനെ നമ്മളെല്ലാം കഴിച്ചു നോക്കി. അപ്പോൾ ഇവരുടെ കറികളായതുകൊണ്ട് ഓരോന്നിനും പേരെടുത്ത് പറയാൻ അറിയില്ല. പക്ഷേങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ചില കറികളൊക്കെ തമിഴ്നാട്ടിൽ സ്റ്റൈലായതുകൊണ്ട് എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. എന്നാലും സംഭവം മൊത്തത്തിൽ കൊള്ളായിരുന്നു. അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ തിരിച്ച് ചെന്നൈയിലേക്കുള്ള യാത്ര തുടരുകയാണ്. അപ്പോൾ ഇതുവരെയുള്ള യാത്രകളുടെ എല്ലാം തന്നെ വീഡിയോസ് ഞാൻ ഓരോരോ പാർട്ടായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുവരെ ഒന്നും വീഡിയോസ് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കാനും, ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനലൊന്ന് സപ്പോർട്ടാക്കാനും മറക്കല്ലേ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നെ വരാം. ഓക്കെ, ബൈ.